പോയി. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു അരിയെ കരയ്ക്കുന്ന ഒരു ഗ്രൈൻഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളിന്നൊരു എല്ലാവർക്കും യൂസ് ആകുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ആവശ്യം വരുന്നതാണ് നമ്മുടെ തേങ്ങയുടെ ചിരക. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്, എന്നാൽ കുറച്ച് എളുപ്പമാക്കാനായിട്ട് നമ്മളിന്ന് ഒരു തേങ്ങ ചിരയുന്ന മെഷീൻ ഉണ്ടാക്കേണ്ടി പോവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇളകിയ പാർട്ടിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി എല്ലാം ഒന്ന് അഴിച്ചെടുക്കണം. അഴിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അടിയിൽ സ്ക്രൂ ഒന്നുമില്ല. ഇത് നമുക്ക് ഇതൊന്ന് തുറന്നെടുക്കണം. അതിനായിട്ട് ഇത് ഇവിടെ ചെറിയൊരു സാധനമുണ്ട്, അത് ഇളക്കി വരാം. പെട്ടെന്നൊന്ന് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം പഴക്കമുണ്ട്. മോട്ടറിന് വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഈ മോട്ടറിനൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ചക്രത്തിൽ നിന്ന് ഈ ഒരു ബെൽറ്റ് നമുക്ക് മാറ്റണം. അപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ രണ്ട് നട്ടും ഒന്ന് ലൂസ് ചെയ്തെടുക്കാം. ഇതിനകത്ത് സ്പാനർ കയറില്ല, അപ്പോൾ എന്തായാലും പ്ലെയർ ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മോട്ടർ ഇവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോഡി മാറ്റാം. ഈ ബോഡി മാറ്റണം. അതിന് മുമ്പ് ഇതിൽ ചെറിയൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്വിച്ചിനെ ഇവിടെ നിന്ന് മാറ്റിയാലേ നമുക്ക് ഈ മോട്ടറിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാറ്റാൻ പറ്റുള്ളൂ. ഇത് നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ബോഡി എല്ലാം എടുത്ത് മാറ്റാം. നമുക്ക് ഈ മോട്ടർ മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ ഇതാകെ നല്ല പൊടിയും വലയും പിടിച്ചിരിപ്പുണ്ട്. ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടറെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ രണ്ട് ലെഗ് നമുക്കിതൊന്ന് മാറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഈ പുള്ളിയും ഇതിൽ നിന്ന് മാറ്റണം. ഇനിയാണ് നമ്മുടെ മെയിൻ പണി വരുന്നത്. അതായത് ഇത് നമുക്കൊരു പലകയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് രീതിയിൽ തേങ്ങ ചിരകിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ 3 കമ്പിയും, അതായത് 2 ബോൾട്ടും അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റും കറക്റ്റായിട്ട് ഇറങ്ങി ഇരിക്കുന്ന വിധത്തിൽ 3 ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മോട്ടറിലോട്ട് ഇതിനെ കറക്റ്റായിട്ടൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പലകയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 നട്ടെടുത്ത് 2 സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളത് സെറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കോക്കനട്ട് സ്ക്രാപ്പർ ബ്ലേഡാണ്. അതായത് നമ്മുടെ തേങ്ങ ചിരകാൻ പാകത്തിനുള്ള ബ്ലേഡ്. ഇത് നമ്മുടെ മിക്സിയിലൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പിലുള്ളതാണ്. നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ കിട്ടുന്ന പോലത്തുള്ളത് കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ അങ്ങനത്തെ കിട്ടാത്തതുകൊണ്ട് ഈ ബ്ലേഡിന് നമ്മൾ അതിൻ്റെ ഷാഫ്റ്റിൽ കറക്റ്റായിട്ട് ഇരിക്കും വിധം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് ആദ്യം ഒരു സെലോ ടേപ്പ് ചുറ്റി, അതായത് നമ്മുടെ MCയിലുമായിട്ട് കറക്റ്റ് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ആ സമയത്ത് നമുക്ക് ഈ ബ്ലേഡിനെ ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെലോ ടേപ്പ് ചുറ്റിയത്. സെലോ ടേപ്പ് ചുറ്റിയതിന് ശേഷം ചുറ്റും MCയിലൊന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ ഈ ഒരു ബ്ലേഡിനെ ഇറക്കി വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊന്ന് അയച്ചെടുക്കും. അയച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും. ഇനി നമ്മുടെ ബ്ലേഡ് ഇതിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇത് നമുക്ക് ഈ ബ്ലേഡിനൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിനി 4 കാലുകളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ മോട്ടറിൻ്റെ താഴ്ഭാഗം ഇല്ലെങ്കിൽ തറയിൽ തട്ടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 കാലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരകയുടെ കാലായിട്ട് നമ്മൾ 4 തടി കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ മോട്ടറിൻ്റെ ഹൈറ്റ് അനുസരിച്ചിരിക്കും നമ്മളിത് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കൃത്യമായിട്ടുള്ള ഒരു അളവ് ഞാൻ പറയാത്തത്. നമ്മുടെ ഈ ഒരു രീതിയിൽ നമുക്ക് 4 കാലും വെച്ച് ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മോട്ടറിനെ ഒന്ന് ഒരു മാറ്റണം. എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 4 കാലും ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. അവസാനത്തെ സ്ക്രൂ ഇടാം. അപ്പോൾ നമ്മുടെ 4 ലെഗും ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൂൾ പോലെ ഉണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് മോട്ടർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കുറച്ച് വൃത്തിയാവാൻ വേണ്ടി ഒരു പെയിൻറ് അടിച്ചെടുക്കാം, ഒരു ബ്ലാക്ക് പെയിൻറ്. ഇത് നമുക്കിത് മുഴുവനും നല്ലപോലെ ഒന്ന് പെയിൻറ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് ഏകദേശം അടിച്ച് തീരാറായി. ഇനി നമുക്ക് സൈഡ് മറയ്ക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എല്ലാം ഒന്ന് ബ്ലാക്ക് പെയിൻറ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ എല്ലാം പെയിൻറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൂളിൻ്റെ എല്ലാ വശവും നമുക്ക് ഈ പെയിൻറ്റ് ചെയ്തെടുത്ത ഈ 4 ഷീറ്റും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 4 സ്ക്രൂ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്യാം. അത് നമ്മളപ്പം എല്ലാം സ്ക്രൂ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മോട്ടോർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വിച്ചിൻ്റെ പൊസിഷനും കൂടെ ഒന്ന് കറക്റ്റ് ആക്കണം. അപ്പം അതിനായിട്ട് നമ്മുടെ സ്വിച്ച് നമ്മുടെ ഗ്രൈൻഡറിലുണ്ടായിരുന്ന ആ ഒരു പ്രസ് സ്വിച്ച് തന്നെയാണിത്. അപ്പോൾ അതിൽ നമുക്കിത് ഈ ഒരു സ്ഥലത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം സ്വിച്ചിനെ ഉള്ളിലോട്ട് എടുത്ത് ഓക്കെ. ഇനി നമുക്കിന്നെ സ്ക്രൂ വന്നിട്ട് ടൈറ്റ് ചെയ്യാം. അതവിടെ സ്വിച്ച് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്വിച്ചിന് പുറത്തുണ്ടായിരുന്നതാണ് ഈ ഒരു ബട്ടൺ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോട്ടർ ഇതിനകത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ഉള്ളിൽ നിന്ന് തന്നെ കയറ്റി വിടാം. ഇനി ഒരു നട്ടുവിട്ടാൽ റെഡിയാവും. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് പ്ലേറ്റും ആവശ്യമുണ്ട്. അതിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു മോട്ടറിൻ്റെ പുറത്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഒരു ബ്ലേഡ് കറങ്ങുന്ന സമയത്ത് നമ്മുടെ ടാങ്ക് ചിരകുമ്പോൾ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തെറിച്ച് പോകാതെ ഇതിനകത്ത് തന്നെ വിടാൻ കണക്കിനാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്ലേറ്റ് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ 3 കമ്പിയുടെയും ഭാഗത്തിന് നമുക്കൊന്ന് 3 ഹോൾട്ട് എടുക്കണം. ഇതിൽ നമ്മുടെ പ്ലേറ്റിൻ്റെ നടുക്ക് ഒരു വലിയ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കുറച്ച് ഫ്രീ ആയിട്ട് കറങ്ങണം. എന്നാൽ നമ്മുടെ ബാക്കി 2 സ്ക്രൂവിൻ്റെയും ഹോള് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ നട്ടില്ലെങ്കിൽ അകത്തോട്ട് കയറി പോകും. അപ്പോൾ നമുക്ക് ഇനി അതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ 2 വയറും നമുക്ക് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം. അത് കൂടെ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ കപ്പാസിറ്ററും വയറും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് വെച്ചെടുക്കാം. കുറച്ച് ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്ലേഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് സപ്ലൈ എല്ലാം കൊടുത്ത് ഇനി നമുക്ക് തേങ്ങ ചിരകി വെക്കാം. ആദ്യം സ്വിച്ച് ഒന്ന് ഓണാക്കാം. നമ്മൾ എടുത്തിരുന്ന പാത്രം കുറച്ച് ചെറുതായി പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയൊന്നും പ്രശ്നമില്ല. ബാക്കി കാലം അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണാം. അപ്പോൾ നമ്മുടെ മെഷീനിന് അത്യാവശ്യം നല്ല പോറുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.